ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് കടല 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇത് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് കഷ്ണങ്ങളാക്കിയ 1 കപ്പ് പച്ചക്കായയും 1 കപ്പ് ചേനയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും വേവാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. കുക്കറിലെ ആവി മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രം തുറന്നു നോക്കാം. കടല വെന്തിട്ടുണ്ട്, ചേനയും കായും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർക്കാം. അല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ചേനയും കായും വേവിക്കുമ്പോഴും കടല വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 2-3 വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും 1/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് തീ കുറച്ച് വെച്ച് ഇളം ചുവപ്പ് കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇത് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ശർക്കര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്.